ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മക്രോണി വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. ഒരു കഷ്ണം ഇതിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അടുപ്പത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 കപ്പ് മക്രോണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് തിളച്ച് വെന്ത് വരണേ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ മക്രോണി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ, നമ്മൾ ഇട്ട ആ ഒരു ഷേപ്പേ അല്ല, നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനറിൽ ഇത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ സമയത്ത് അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയൊരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചമുളകും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനകത്ത് ഉപ്പിൻ്റെ അംശമുണ്ട്. ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഉപ്പിൻ്റെ അംശമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഉപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണമെങ്കിൽ മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ. ഇപ്പം കണ്ടോ, അതെല്ലാം നല്ലതായിട്ട് തിളച്ച് ആ വെള്ളമെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്ന ഒന്നും വിട്ടു പോകരുത് കേട്ടോ, കാരണം അതൊക്കെയാണ് ഈ ഒരു ടേസ്റ്റ് തരുന്നത്. ഇപ്പം സവാളയും അതെല്ലാം ഞാൻ നല്ലതായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ചിക്കൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ച് പൊടിച്ചെടുത്തപ്പോഴാണ് 2.5 കപ്പ് ചിക്കനുണ്ട്. അപ്പം ചിക്കന് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ അതും അങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു 2.5 കപ്പ് അതിൻ്റെ പരുവത്തിനുള്ള ചിക്കൻ തന്നെയാണ്. നമ്മൾ അത്രയും മക്രോണി എടുക്കുമ്പോൾ ഈ ഒരു 2.5 കപ്പ് ചിക്കൻ തന്നെ എടുക്കണം. നമ്മൾ 2 കപ്പ് മക്രോണിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ചിക്കനെല്ലാം നന്നായിട്ട് ആ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. 4 മണിക്ക് ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇവ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽ നിന്ന് പകുതി ഭാഗം വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള മുട്ടയാണ്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ച് തന്നെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മുട്ടയുടെ മിക്സൊക്കെ നല്ലതായി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാൻ മറ്റേ ആ ഒരു പാത്രത്തിൽ നിന്ന് അതങ്ങ് മാറ്റുകയാണ്. ഇനിയും ആ പാത്രത്തിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഞാനിപ്പം അതിൽ നിന്നൊന്ന് മാറ്റിയതാണ്, കാരണം അത് ഇച്ചിരി വലിയ പാത്രമായതുകൊണ്ട് തന്നെ ഞാനൊന്ന് മാറ്റിയതാണ്. ഞാനിപ്പം ഒരു പാൻ എടുത്തു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പകുതി എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നു മക്രോണി, ആ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം ബാക്കി പകുതി മക്രോണി ഉണ്ടല്ലോ, അത് ഇടുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള പകുതി മക്രോണിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിനെ. ഇനിയും ഇതിന് മുകളിലേക്ക് നമുക്കിനിയും ബാക്കിയുള്ള മുട്ടയുണ്ടല്ലോ, ആ ഒരു മുട്ട മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൊസറല്ല ചീസാണ്. നല്ലതായിട്ട് മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം അരിഞ്ഞത് ഇതിൻ്റെ ആ മൊസറല്ല ചീസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതായത് ഈ മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റായി വരണം, അത്രയും മാത്രം മതി കേട്ടോ. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, മൊസറല്ല ചീസ് ഒന്ന് ഉരുകി വരാൻ വേണ്ടി മാത്രമാണ്. മൊസറല്ല ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമുക്ക് പാനിൽ നിന്ന് അന്നേരമേ മാറ്റാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാകും. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ്. കണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.